കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്രയൊക്കെ ചെയ്തല്ലോ. ഇപ്പൊ ആക്ഷേപം ഉന്നയിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, 58,000-ത്തിലധികം ആളുകൾക്ക് അന്ന് വോട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതുള്ളതുകൊണ്ട് ചെന്നാൽ പിടി വീഴുമെന്നുള്ളത് കൊണ്ടാണ്. അതായത് കഴിഞ്ഞ തവണ കള്ളവോട്ട് തടയാൻ സാധിച്ചു. ഇത്തവണയും അതിനുള്ള ജാഗ്രത പാർട്ടി അല്ലേ? പക്ഷേ സർക്കാർ അക്കാര്യത്തിൽ കള്ളവോട്ടിന് കൂട്ടുനിൽക്കുന്നതായിട്ട് ആരോപിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതാണ് ആരോപണം. ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി തന്നോളൂ. അപ്പോൾ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജാതി പറഞ്ഞ് വോട്ട് പിടിക്കുന്നതായിട്ടൊരു ചർച്ച ഉയർന്നു വന്നിരുന്നു. താങ്കൾ ജാതി പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഒരു ശ്രമം നടത്തുന്നു വർക്കലയിൽ എന്നുള്ളതാണ് ഒരു ആരോപണം. ഞാൻ ജാതി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജാതി ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ഈഴവ സമുദായത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ്. അത് മറച്ചു വെച്ചുകൊണ്ട് പക്ഷെ അത് ജാതി പറയണമായിരുന്നോ എന്നതാണ് എൻ്റെ ചോദ്യം. അല്ല, ജാതി പറയണമായിരുന്നോ എന്ന് ചോദിച്ചാൽ എൻ്റെ എതിർ സ്ഥാനാർത്ഥി മറ്റുള്ളിടത്ത് പോയി പറയുന്നത് പറഞ്ഞുകൂടാ എങ്കിൽ പോലും പറയുന്നത് ഞാൻ അറിഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം CSIക്കാരനാണ്. CSI നമ്മുടെ പിന്നെ സഭയിൽപ്പെട്ട ഒരാൾക്ക് പാർട്ടി ഒരു അംഗീകാരം കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കൂടെ പോകുന്ന മുതിർന്ന നേതാക്കന്മാർ പറയുകയാണ്. അങ്ങനെ പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് തെറ്റിദ്ധാരണ വരുത്തുകയാണ്. അപ്പൊ ആ തെറ്റിദ്ധാരണ വരുത്തുന്നതിനെ കുറിച്ച് താങ്കളല്ല ജാതി പറഞ്ഞു തുടങ്ങിയത്. അല്ലല്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ താങ്കൾക്ക് അത് പറയേണ്ടി വന്നു. ഓക്കെ.